നമസ്കാരം. റഷ്യയിൽ ആക്രമണത്തിന് കോപ്പ് കൂട്ടി ട്രംപ്. റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. റഷ്യയെ തളർത്താൻ പാശ്ചാത്യ ശക്തികൾ അണിയറയിൽ ഒരുക്കുന്ന പുതിയൊരു കെണിയുടെ കഥയാണ്. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഏത് സമയത്തും കളം മാറി ചവിട്ടുന്ന അമേരിക്കൻ വിദേശ നയത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണത്തിനാണ് ഇപ്പോൾ സത്യത്തിൽ ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യൻ സൈന്യത്തിന്റെ അചഞ്ചലമായിട്ടുള്ള മുന്നേറ്റത്തിന് മുന്നിൽ തകർന്നടിച്ചുകൊണ്ടിരിക്കുന്ന യുക്രൈൻ ഭരണകൂടത്തെയും ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെയും പെട്ടെന്ന് പ്രശംസിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നാറ്റോയുടെ മേധാവിയായിട്ടുള്ള മാർക്ക് റൂട്ടയ്ക്കൊപ്പം ഇരുന്നുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. സെലൻസ്കി സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും യുദ്ധമുഖത്ത് നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടോ എന്നൊക്കെ ട്രംപ് ഇങ്ങനെ പ്രശംസ കൊണ്ട് കോരിച്ചൊരിഞ്ഞത്. യുക്രൈനിയൻ സൈനികർ ധൈര്യശാലികളാണെന്നും അവർ മികച്ച രീതിയിൽ പോരാടുന്നുണ്ട് എന്നുമുള്ള ട്രംപിന്റെ പുതിയ പുകഴ്ത്തലുകൾ കേവലം ഒരു തന്ത്രപരമായിട്ടുള്ള പ്രസ്താവന മാത്രമാണ് എന്നും അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം പലപ്പോഴും ഉക്രൈൻ ഭരണകൂടത്തെയും സെലൻസ്കിയുടെ ആയുധം യാചിക്കലിനെയും പരസ്യമായിട്ട് പരിഹസിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ സ്വരം മാറ്റം റഷ്യയെ തളർത്താൻ പാശ്ചാത്യ ശക്തികൾ അണിയറയിൽ ഒരുക്കുന്ന പുതിയൊരു കെണിയുടെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ പുതിയ പ്രശംസയ്ക്ക് തൊട്ടു മുമ്പുള്ള മാസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അമേരിക്കയും യുക്രൈൻ ഭരണകൂടവും തമ്മിലുള്ള ബന്ധം അത് അങ്ങേയറ്റം വഷളായ നിലയിലായിരുന്നു എന്ന് വ്യക്തമാകും. പണം വാങ്ങാൻ മാത്രം അമേരിക്കയിലേക്ക് വരുന്ന ഒരു മികച്ച കച്ചവടക്കാരൻ എന്നാണ് ട്രംപ് മുൻപ് സെലൻസ്കിയെ വിശേഷിപ്പിച്ചിരുന്നത്. ഒട്ടനവധി പൊതു ഏറ്റുമുട്ടലുകൾക്കും തർക്കങ്ങൾക്കുമാണ് ഓവൽ ഓഫീസ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ട്രംപ് ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും സെലൻസ്കിയും തമ്മിൽ നടന്ന സംഘർഷഭരിതമായിട്ടുള്ള ചർച്ചകളിൽ ഉക്രൈൻ വളരെ മോശം അവസ്ഥയിലാണ് എന്നും അമേരിക്കയിൽ നിന്ന് കൂടുതൽ സഹായം ആവശ്യപ്പെടാൻ ഇപ്പോൾ അവർക്ക് യാതൊരു അവകാശമില്ല എന്നുമൊക്കെ അന്ന് അമേരിക്കൻ പ്രതിനിധികൾ കടുത്ത ഭാഷയിൽ വാദിച്ചിരുന്നതും ചരിത്രമാണ്. ഉക്രൈനുള്ള സാമ്പത്തിക സൈനിക സഹായങ്ങൾ വെട്ടിക്കുറച്ചതിനെ പരസ്യമായിട്ട് പിന്തുണച്ച വൈസ് പ്രസിഡന്റ് JD വാൻസ് സെലൻസ്കിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് അന്ന് ഉന്നയിച്ചിരുന്നത്. ഉക്രൈനെ രക്ഷിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന പ്രസിഡന്റ് ട്രംപിനോട് സെലൻസ്കി കടുത്ത നന്ദികേടാണ് കാണിക്കുന്നത് എന്നായിരുന്നു വാൻസിന്റെ ആരോപണം. കൂടാതെ കടുത്ത മാനവശേഷി ക്ഷാമം നേരിടുന്ന കൈവ് ഭരണകൂടം സ്വന്തം രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള യുവാക്കളെ നിർബന്ധപൂർവ്വം സൈന്യത്തിൽ ചേർത്ത് യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് മരണത്തിലേക്ക് തള്ളിവിടുകയാണ് എന്ന ഗുരുതരമായിട്ടുള്ള യാഥാർത്ഥ്യം വാൻസ് തുറന്നു പറയുകയും ചെയ്തു. ഇത്തരമൊരു കടുത്ത ശത്രുതാപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള നിലപാട് മാറ്റം ഉണ്ടായത് പാശ്ചാത്യ രാജ്യങ്ങളുടെ നിരാശയിൽ നിന്ന് ഉടലെടുത്തതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്റെ നയങ്ങൾ മാറ്റുന്നതിൽ പ്രശസ്തനായിട്ടുള്ള ട്രംപിന്റെ ഈ സമീപനത്തിന് പിന്നിൽ ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിയും സഖ്യകക്ഷികളുടെ സമ്മർദ്ദവുമാണ് പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. ഉച്ചകോടിയുടെ ഭാഗമായിട്ട് നടന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റഷ്യയ്ക്ക് മേൽ കൂടുതൽ തന്ത്രപരമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തണമെന്ന മറ്റ് പാശ്ചാത്യ നേതാക്കളുടെ ആവശ്യത്തോട് ട്രംപ് പൂർണ്ണമായിട്ടും യോജിക്കുകയായിരുന്നു. റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായിട്ടുള്ള എണ്ണ വ്യാപാരത്തിന്മേൽ കൂടുതൽ കർശനമായിട്ടുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്ക തയ്യാറാണ് എന്ന സൂചനയും ട്രംപ് അവിടെ വെച്ച് നൽകുകയുണ്ടായി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉക്രൈന് നൽകിയ പ്രത്യേക ശ്രദ്ധയ്ക്കും സമാധാനം പുനഃസ്ഥാപിക്കുവാൻ കാണിച്ച സാധ്യതയ്ക്കും സെലൻസ്കി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ട്രംപിന് നന്ദിയും പറഞ്ഞു. ബ്രിട്ടൻ, കാനഡ തുടങ്ങിയ യൂറോപ്യൻ പങ്കാളികൾ റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റിനെ അതിനെ ലക്ഷ്യമിട്ടുകൊണ്ട് പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അമേരിക്കയും അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിർബന്ധിതരായി എന്നുള്ളതാണ്. മുൻപ് ഇറാൻ സമാധാന കരാർ ട്രംപ് കൈകാര്യം ചെയ്ത രീതിയെ G7 നേതാക്കൾ പിന്തുണച്ചിരുന്നു. ഈ നയതന്ത്രപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ റഷ്യയുടെ ഊർജ്ജ വരുമാനം തടയുന്നതിനുള്ള ആഗോള ശ്രമങ്ങളിൽ പങ്കാളിയാകുവാൻ ട്രംപിനെ പ്രേരിപ്പിച്ചു. എന്നാൽ റഷ്യയുടെ സാമ്പത്തിക അടിത്തറയെ തകർക്കാൻ പാശ്ചാത്യ ലോകം നടത്തുന്ന ഈ ശ്രമങ്ങൾ പരാജയപ്പെടുവാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയട്ടെ. അമേരിക്കയുടെ ചിന്താഗതിയെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം ഉക്രൈൻ റഷ്യൻ മണ്ണിലേക്ക് നേരിട്ട് നടത്തിയ അനാവശ്യവും അപകടകരവുമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ആക്രമണങ്ങളാണ്. G7 ഉച്ചകോടിക്ക് തൊട്ടു മുമ്പും ശേഷവും ഉക്രൈനിയൻ സൈന്യം റഷ്യയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് നടത്തിയ ദീർഘദൂര മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിൽ ട്രംപ് അങ്ങേയറ്റം മതിപ്പുളവാക്കുകയും ആകർഷിക്കപ്പെടുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പാശ്ചാത്യ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളടക്കം അത്തരത്തിൽ സൂചന നൽകുന്ന സംവിധാനങ്ങളാണ്. ഈ സംഭവങ്ങളെ അങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത്. മോസ്കോയ്ക്ക് അടുത്തുള്ള ഉയർന്ന മൂല്യമുള്ള റഷ്യൻ സൈനിക ആസ്തികളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണങ്ങളെന്നും റഷ്യൻ തലസ്ഥാനത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു പ്രധാന എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് യുക്രൈൻ നാശനഷ്ടങ്ങൾ വരുത്തിയെന്നും റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരം ആക്രമണങ്ങൾ സമാധാന ചർച്ചകൾ അട്ടിമറിക്കുവാനും യുദ്ധം കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുവാനും വേണ്ടി പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച്
ഉക്രൈൻ നടത്തുന്ന പ്രകോപനങ്ങൾ മാത്രമാണ്. റഷ്യയ്ക്ക് മേൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ട് എന്ന് വരുത്തി തീർത്ത് കൂടുതൽ അമേരിക്കൻ ഫണ്ടുകൾ തട്ടിയെടുക്കുവാനുള്ള സെലൻസ്കിയുടെ തന്ത്രം. പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതിനെ വലിയ വിജയമായിട്ട് ചിത്രീകരിച്ച് ട്രംപിന്റെ നിലപാടുകളെ സ്വാധീനിക്കുവാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നും വലിയ രീതിയിൽ പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന നേതാവാണ് ഡൊണാൾഡ് ട്രംപ്. ഇതിനായിട്ട് അദ്ദേഹത്തിന്റെ ഭരണകൂടം അധികാരത്തിൽ വന്നയുടൻ പലവിധ നയതന്ത്ര നീക്കങ്ങൾ നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതൊക്കെ ചില അവകാശവാദങ്ങളായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് ട്രംപ് അലാസ്കയിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ആതിഥേയത്വം അരുളുകയും ചെയ്തു. എന്നാൽ നിരവധി നിർദ്ദേശങ്ങളും കരട് രേഖകളും ചർച്ചയ്ക്ക് വന്നിട്ടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായിട്ട് അമേരിക്കയും യുക്രൈനും ഉറച്ചു നിന്നതോടെ സത്യത്തിൽ ഈ ചർച്ചകളെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും സ്വന്തം സുരക്ഷാ താല്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ റഷ്യ തയ്യാറായില്ല. ഉക്രൈൻ നാറ്റോ സഖ്യത്തിൽ ചേരുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന റഷ്യയുടെ ന്യായമായിട്ടുള്ള വാദങ്ങൾ അത് അംഗീകരിക്കുവാൻ അമേരിക്ക തയ്യാറാകാത്തതാണ് ചർച്ചകൾ പരാജയപ്പെടാൻ തന്നെ കാരണം. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് റഷ്യയ്ക്ക് മേൽ ശക്തമായിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ഏർപ്പെടുത്തുന്നത് മാത്രമേ പുടിനെ തങ്ങളുടെ നിബന്ധനകൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കൂ എന്ന് G7 നേതാക്കൾ ട്രംപിനെ ബോധ്യപ്പെടുത്തി. സമാധാന കരാർ ഉറപ്പിക്കുക എന്ന ട്രംപിന്റെ പ്രഖ്യാപിത ലക്ഷ്യം നേടണമെങ്കിൽ ഉക്രൈനെ ഒരു ആയുധമാക്കി മാറ്റണമെന്ന പാശ്ചാത്യ ചിന്താഗതിയിലേക്ക് ഒടുവിൽ ട്രംപ് എത്തിച്ചേർന്നു. അപ്പോൾ ഈ തന്ത്രപരമായിട്ടുള്ള നിലപാട് മാറ്റത്തിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആഗോള ഊർജ്ജ വിപണിയിലെ നാടകീയമായിട്ടുള്ള മാറ്റങ്ങളും അമേരിക്കയുടെ സ്വാർത്ഥതയുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 2026 തുടക്കത്തിൽ ഇറാനുമായുള്ള അമേരിക്കൻ സംഘർഷം ഹോർമൂസ് കടലുകൾക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെ സാരമായി ബാധിക്കുകയും ആഗോളതലത്തിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആഭ്യന്തര വിപണിയിൽ എണ്ണവില നിയന്ത്രിച്ചു നിർത്തുന്നതിനായിട്ട് 2026 മാർച്ചിൽ ട്രംപ് ഭരണകൂടത്തിന് റഷ്യൻ എണ്ണ കയറ്റുമതിക്കെതിരെയുള്ള കർശനമായിട്ടുള്ള ഉപരോധങ്ങളിൽ താൽക്കാലികമായിട്ടുള്ള ഇളവുകൾ നൽകേണ്ടി വന്നിരുന്നു എന്നുള്ളതും നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ കാരണം സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ അതൃപ്തി പരിഹരിക്കുവാൻ അമേരിക്കയ്ക്ക് റഷ്യൻ എണ്ണയുടെ വിപണി സാന്നിധ്യം ആവശ്യമായിരുന്നു എന്നുള്ളതാണ്. G7 ഉച്ചകോടിയുടെ തൊട്ടുതലേന്ന് അമേരിക്ക ഇറാനുമായിട്ടൊരു പ്രാഥമിക സമാധാന കരാർ വിജയകരമായിട്ട് ഒപ്പുവെച്ചു. ഇതോടെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്ക് അയവ് വരികയും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ ഒഴുക്ക് സാധാരണ നിലയിലാവുകയും ചെയ്തു. അപ്പോൾ ആഗോള വിപണിയിൽ എണ്ണവില എന്ന് പറയപ്പെടുന്ന സ്ഥിരത കൈവരിക്കുന്നതോടുകൂടി മുൻപുണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ അടക്കം അമേരിക്കയെ ഒട്ടും ബാധിക്കാത്ത അവസ്ഥയിലായി. അപ്പോൾ സ്വന്തം കാര്യം സുരക്ഷിതമായി എന്ന് കണ്ടതോടെ റഷ്യയുടെ ഊർജ്ജ മേഖലയ്ക്കെതിരെയും റഷ്യൻ എണ്ണ വ്യാപാരത്തിനെതിരെയും ഒക്കെ കൂടുതൽ കടുത്തതും അഗ്രസീവുമായിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുവാൻ ട്രംപ് വീണ്ടും തയ്യാറായി. അപ്പോൾ ഇതൊക്കെ അമേരിക്കയുടെ ശുദ്ധമായിട്ടുള്ള അവസരവാദ രാഷ്ട്രീയത്തെയാണ് തുറന്നു കാണിക്കുന്നത് എന്നുള്ളതാണ് വിലയിരുത്തലുകൾ വ്യക്തമാക്കുന്നത് പോലെ. അപ്പോൾ ഇവിടെ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പെട്ടെന്നുള്ള നിലപാട് മാറ്റം കേവലം ഒരു നയതന്ത്ര മര്യാദയോ മാനുഷിക പരിഗണനയോ അല്ല, മറിച്ച് ആഗോള ഊർജ്ജ വിപണിയിലെ സമവാക്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായപ്പോഴുള്ള അമേരിക്കയുടെ കപട നാടകം മാത്രമാണിതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഉക്രൈനെ മുന്നിൽ നിർത്തി റഷ്യയെ തളർത്താമെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ മോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് കൂടി പറയട്ടെ. നാറ്റോയുടെ വിപുലീകരണത്തെയും അമേരിക്കൻ അധിനിവേശ താല്പര്യങ്ങളെയും പ്രതിരോധിക്കുവാൻ റഷ്യക്ക് കൃത്യമായിട്ടുള്ള തന്ത്രങ്ങളുണ്ട് എന്നുള്ളതാണ്. അമേരിക്കൻ സഹായങ്ങളെയും ഉക്രൈന്റെ പ്രകോപനങ്ങളെയും റഷ്യൻ സൈന്യം വരും ദിവസങ്ങളിൽ എങ്ങനെ നേരിടുമെന്നത് നിർണായകമാണ്. എങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ വിശ്വസനീയത അത് ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അന്തിമമായിട്ട് ഈ നീക്കങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സമാധാനം കൊണ്ടുവരുന്നതിന് പകരം സംഘർഷം കൂടുതൽ സങ്കീർണമാക്കാൻ മാത്രമേ സഹായിക്കൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്ന് അവകാശപ്പെടുമ്പോഴും അടുത്തൊരു യുദ്ധം റഷ്യയിൽ എങ്ങനെ ആക്രമണം നടത്താമെന്നുള്ളതിന് കോപ്പ് കൂട്ടുന്ന ട്രംപിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക റഷ്യയെ പ്രകോപിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വലിയ പ്രകോപനങ്ങളിലേക്ക് പോകുമ്പോൾ അത് വലിയ യുദ്ധ സംവിധാനങ്ങളിലേക്ക് എത്തും, ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനും അതിന്റെ സാഹചര്യം ഒരുക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ട്രംപ് അനുവദിച്ചുകൊണ്ടിരിക്കുന്ന പ്രകോപനപരമായിട്ടുള്ള സമീപനങ്ങൾ എന്ന് പറയപ്പെടുന്നത് സെലൻസ്കിയെയും ഉക്രൈനെയും സഹായിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുകഴ്ത്തിക്കൊണ്ട് റഷ്യക്കെതിരെ ആയുധമാക്കുമ്പോൾ ഇപ്പോൾ യുക്രൈനെ ഒരു ടൂളാക്കി മാറ്റുകയാണ് ട്രംപ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ വലിയ യുദ്ധത്തിന്റെ സാധ്യതകളുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.